ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് ഏഞ്ചൽ ആൻസേഴ്സ് എന്ന് എടുക്കാം. ഓക്കെ, ഇതിൽ വരുന്ന മെസ്സേജ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഗൈഡൻസ് കിട്ടുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ സിറ്റുവേഷന് ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഒരു റീഡിങ് കിട്ടുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സാഹചര്യത്തിനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത്. ഓക്കെ, ഓക്കെ, ആൻഡ് സെൽഫ് ലവ് ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് May 1 തൊട്ട്. താല്പര്യമുള്ളവർ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സാപ്പ് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. ഓക്കെ, എൻ്റെ നമ്പർ 001 വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. 0018049379227 ആണ്. ഓക്കെ, ആ 001 ഇവിടുത്തെ US കോഡാണ്. ഓക്കെ, നാട്ടിലെ നമ്പർ അല്ല ഇത്, അതുകൊണ്ട് ഓർത്തിട്ട് ആ 001 അല്ലെങ്കിൽ +1 ഇട്ടാലും മതി. 001 അല്ലെങ്കിൽ +1 ഇടാം. ഓക്കെ, അത് മറക്കരുത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് നോക്കിയാൽ കിട്ടും. അതായത് നമ്മുടെ താഴെ, ഈ വീഡിയോൻ്റെ താഴെ, ഓക്കെ, കുറച്ച് ഞാനിങ്ങനെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണും. ജസ്റ്റ് വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ പേരൊക്കെ എഴുതിയതിൻ്റെയൊക്കെ താഴെ ഒന്ന് നോക്കിയാൽ അവിടെ തന്നെ കാണും. അതിനൊന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ നമ്പർ കിട്ടും. ഓക്കെ, ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. പെർഫെക്റ്റ് ടൈമിംഗ്, ട്രസ്റ്റ്, നോ നീഡ് ടു വറി, ഇറ്റ്സ് അപ് ടു യു. ആക്ച്വലി ഇത്ര മതി അല്ലേ. ആൻഡ് ഇഫ് യു ബിലീവ് എന്ന് ഇവിടെ ഉണ്ട്, ബോട്ടം ഓഫ് ദ ഡെക്ക്. ഇഫ് യു ബിലീവ് എന്നുള്ളത് ഇവിടെ ഉണ്ട്. ഓക്കെ, ടാരോ മെസ്സേജ് കൂടെ എടുത്തേക്കാം. ഓക്കെ, ഈ ഓരോ കാർഡ്സിനും നമുക്ക് ഒരു മീനിങ് കൂടി ഒന്ന് അറിയാൻ ശ്രമിക്കാം. എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ചില ഗൈഡൻസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, World, 6 of Pentacle, the Sun, King of Cups and 5 of Cups. 8 of Wands and 2 of Wands ഇവിടെ ഉണ്ട്, ബോട്ടം ഓഫ് ദി ഡെക്ക്. 8 ഓഫ് വാൻസ് പറയുന്നത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മാറ്റം വരുന്നതിനെ കുറിച്ചാണ്. ഓക്കെ, ചേഞ്ചസ് വരുന്നതിനെ കുറിച്ചാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സഡൻ മാറ്റമായിരിക്കാം, പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും കാര്യങ്ങൾ സ്പീഡ് ആവുന്ന കാര്യം ആക്ച്വലി പറയും. സ്പീഡ് ആവുകയാണ് എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് പെട്ടെന്ന് നടക്കുകയാണ്, സ്പീഡിൽ നടക്കുകയാണ് എന്ന് പറയും. ചിലപ്പോൾ ഇപ്പോൾ ഇതുവരെ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ ലൈഫിലൊരു സ്റ്റക്ക് എനർജി ആയിരുന്നെങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാം എന്നാണ്. മെസ്സേജ് വരാം, കമ്മ്യൂണിക്കേഷൻ വരാം, ട്രാവൽ വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് 8 ഓഫ് വാൻഡ്സ് പറയുക. ആൻഡ് 2 ഓഫ് വാൻഡ്സ് ആക്ച്വലി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്തിനോ, ചിലപ്പോൾ ആ കാര്യത്തിലായിരിക്കാം മുന്നോട്ടൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങുമെന്ന് പറയാം. ഓക്കെ, എന്തായാലും നമുക്ക് ബോട്ടം ഡെക്ക് എനർജി നല്ലതാണ്. ലെറ്റ്സ് സീ. വേൾഡ് കാർഡും ഉണ്ട് ഇവിടെ. സോ ട്രാവൽ, അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ട്രാവൽ പോസിബിൾ ആണ്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവർക്ക്, ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും മാറിപ്പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ട്രാവൽ വരാനുള്ള സാധ്യതയാണ്. ജസ്റ്റ് വെറുതെ ഒരു യാത്ര കൂടി ആവാം. ഓക്കെ, അല്ലാണ്ട് ഇപ്പോൾ ജോലിക്ക് വേണ്ടി മാറിപ്പോകണം, സ്ഥലം മാറിപ്പോകണം അങ്ങനെയൊന്നും ആവണമെന്നില്ല. ജസ്റ്റ് ഒരു യാത്ര പോകാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കാം. ഓക്കെ, ആൻഡ് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ ഉണ്ട് ഇവിടെ. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് പേഴ്സൺ ആണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ, നമ്മൾ പറയില്ലേ നമ്മുടെ തേർഡ് ഐ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക തൃക്കണ്ണ് എന്ന് മാത്രമല്ല, നമ്മുടെ നമുക്കൊരു സെൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാര്യങ്ങൾ ഇന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാൻ പോകുന്നു എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഉൾവിളി പോലെ നമുക്ക് മനസ്സിലാവും. അതിനെയാണ് ഇൻറ്റ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, അത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ചില മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ആൻഡ് പെർഫെക്റ്റ് ടൈമിങ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം കാര്യങ്ങൾ നടന്നോളും, പെർഫെക്റ്റ് ടൈമിങ്ങിൽ നടക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ,
പക്ഷെ എന്നാലും നിങ്ങൾ ആങ്ഷ്യസ് ആവുന്നുണ്ടാവും, ഇത് എന്താ നീ നടക്കാത്തത്, എപ്പോഴാണ് നടക്കുക, എന്നാണ് നമ്മൾ പ്രതീക്ഷ വെയിറ്റ് ചെയ്യുന്ന കാര്യം, എന്ന് വരും, എപ്പോൾ വരും എന്നുള്ള ചില കുറേ ചിന്തകൾ ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് പറയുന്നത് പെർഫെക്റ്റ് ടൈമിങ്ങിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും എന്നാണ്. ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, സമയം ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ആക്ച്വലി ഇവിടെയും ഒരു സൺ ഫീലിംഗ് ഉണ്ട്, ഇതും സണ്ണാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്, ഞാൻ പറയാം. ഓക്കെ, നോ നീഡ് ടു വറി. യെസ്, നിങ്ങൾ ഐ തിങ്ക് അൺനെസറി നിങ്ങൾ ടെൻഷൻ അടിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കുകയാണ്, ദറ്റ് ഇത് നടക്കുമോ ഇല്ലേ, എങ്ങനെ, എപ്പോഴായിരിക്കും, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് വറി ചെയ്യുന്നുണ്ട്. നിങ്ങളോട് പറയുന്ന യൂണിവേഴ്സ് പറയുന്നത് പ്ലീസ് വറി ചെയ്യരുത്. ഓക്കെ, എല്ലാം കാര്യങ്ങളും നടന്നോളും. അത് അതിൻ്റെയൊക്കെ ഒരു സമയങ്ങളുണ്ടാവും, ആ സമയത്ത് അതെല്ലാം നടന്നോളും, നല്ല രീതിക്ക് നടന്നോളും. കാരണം എടുത്തു ചാടി ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല അല്ലേ, നമുക്ക് ആ കിട്ടുന്ന കാര്യം അത് നല്ല രീതിയിൽ നമുക്ക് കൂടി ബെനിഫിറ്റ്, മറ്റുള്ളവർക്ക് കൂടി ബെനിഫിറ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് നമുക്ക് അത്രയും നല്ലത്. അങ്ങനെയാണ്. സോ അതിൻ്റെതായ സമയം എടുത്തോട്ടെ, അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങാം. ആൻഡ് ഇറ്റ്സ് അപ് ടു യു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു, ആ വെയിറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ തീരുമാനിക്കാനുണ്ടാവും. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കത് വരും. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യം മുന്നോട്ട് വരുമെന്ന് തന്നെയാണ്. മേ ബി നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ടാവാം. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക, അങ്ങനെ പറയാം. ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, ആൻഡ് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. നിങ്ങളുടെ സ്വന്തം മനസ്സിനോട് തന്നെ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾക്ക് എന്താ വേണ്ടത്. നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടും. മറ്റുള്ളവരോട് നമ്മൾ എത്ര ചോദിച്ചാലും ഉണ്ടല്ലോ, എല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും അവസാനം വന്നിട്ട് നമുക്ക് അതിനൊന്നും നമുക്ക് സമാധാനം കിട്ടില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഗൈഡൻസ് ആണ് നമുക്ക് ശരിക്കും നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റിയത്. ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ വരണം. ദറ്റ് എല്ലാം യൂണിവേഴ്സ് എനിക്ക് തരുന്നതെല്ലാം നല്ല ഇനായിരിക്കും, എപ്പോൾ കിട്ടിയാലും അത് നല്ല ഇനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡിലേ വന്നാലും അതിൽ കാര്യങ്ങൾ ഉണ്ടാവും, അത് നല്ല ഇനായിരിക്കും എന്നൊക്കെ നമ്മൾ കുറേ ട്രസ്റ്റ് വെക്കുക യൂണിവേഴ്സിൻ്റെ മേലെ. ഓക്കെ, ആൻഡ് സൺ. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷങ്ങൾ വരുന്നു, നിങ്ങൾ ആഗ്രഹങ്ങൾ നടക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ്, ഫ്യൂച്ചറിലേക്ക് ആ ഹാപ്പിനെസ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, വേൾഡ് കാർഡ് അഗെയിൻ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ ചില പുതിയ തുടക്കങ്ങളായിരിക്കാം. ഓക്കെ, പുതിയ തുടക്കങ്ങൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവസാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ. ആക്ച്വലി ഇവിടെ 5 of Cups ഉണ്ട്. സോ ലോസിൻ്റെ കാര്യം കാണുന്നുണ്ട്. അപ്പോൾ മുൻപ് ഐ തിങ്ക് എന്തോ നിങ്ങളുടെ ലൈഫിൽ ലോസ് നടന്നിട്ടുണ്ട്. ആ ലോസിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം. ഈ ലോസ് ഫീലിംഗിൽ നിങ്ങൾ ഇരിക്കാതിരിക്കാം. ഓക്കെ, അത് എന്തെങ്കിലും അവസാനിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും നമുക്ക് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് ആക്ച്വലി നല്ലത് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വേറെ പുതിയത് ചിലത്, നമുക്ക് വേറെ നല്ലത് ചിലത് വരാൻ വേണ്ടിയിട്ടാണ് ചിലത് നമ്മൾക്ക് നഷ്ടങ്ങൾ വരുന്നത്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കാൻ പഠിക്കുക. ആൻഡ് ഇതിൽ നിന്ന് ചില ലെസൺസ് നിങ്ങൾ പഠിക്കാനുണ്ടാവും, അതുകൂടിയായിരിക്കാം. ഓക്കെ, എന്തായാലും ഒരു പുതിയ തുടക്കങ്ങളുടെ കാര്യം ഇവിടെ കാണുന്നുണ്ട്. 6 of Pentacles ബാലൻസ് ആവും നിങ്ങളുടെ ലൈഫിൽ. എന്ന് വെച്ചാൽ എന്താ പറയുക, നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതെല്ലാം നിങ്ങൾക്ക് ഇങ്ങോട്ടും തിരിച്ചു കിട്ടും എന്ന് പറയാം. അതിപ്പോൾ പണമായാലും ശരി, ഓക്കെ, കെയർ ആയാലും ശരി, മറ്റുള്ളവരെ കെയർ ചെയ്യുന്നതായാലും ശരി, നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ എങ്ങനെ പറയാ, സോറി, ഇവിടെ ഞാൻ കണക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ഇവിടുത്തെ സിറ്റുവേഷനുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പറയാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ചെയ്ത നല്ല കർമ്മയുടെ, ഓക്കെ, നിങ്ങൾ ചെയ്ത നല്ല കർമ്മയുടെ ഫലമായിട്ട് നിങ്ങൾക്ക് ന്യായമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വരും എന്ന് പറയാം. ഓക്കെ, ആ രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ആ പെർഫെക്റ്റ് ടൈമിങ്ങിൽ നടക്കും. ഓക്കെ, നിങ്ങൾ പക്ഷെ ഇപ്പം തന്നെ എനിക്ക് ജസ്റ്റിസ് വേണം പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങൾക്കത് വരാൻ വേണ്ടിയിട്ട്, ഓക്കെ, ആ ഒരു ന്യായം നിങ്ങളുടെ ഭാഗത്തേക്ക് വരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, സെക്കൻഡ്, അത് എപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാതിരിക്കുക. അത് വരും, അതൊരു അതിൻ്റെതായ ഒരു ടൈമിങ്ങിൽ കാര്യങ്ങൾ നടക്കും. ആൻഡ് സൺ കാർഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആൻഡ് കിങ് ഓഫ് കപ്സ് ഇവിടെ ഉണ്ട്. സോ ചിലവർക്ക് മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പേഴ്സൺ നിങ്ങളെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനും നിങ്ങളോട് സ്നേഹത്തോടെ നിങ്ങൾക്ക് ലൈഫിൽ ഒരു പാർട്ട്ണർ വരുമെന്നൊക്കെ പറയാം. കിങ് അല്ലെങ്കിൽ ക്വീൻ എടുത്തോളൂ, സോറി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി, ഇമോഷണലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, കെയർ ചെയ്യുന്ന ഒരു വ്യക്തി, നിങ്ങളോട് സ്നേഹമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരാം. അല്ലെങ്കിൽ ആക്ച്വലി നിങ്ങൾ ഈ ഒരു ഓക്കെ, സോറി, ഇവിടെ താഴെ സൗണ്ട് വന്നതാണ്, ഒരു കാറിൻ്റെ അലാറം അടിച്ചതാണ്. ഓക്കെ, എന്തെങ്കിലും വാർണിംഗ് ആയിരിക്കും അല്ലേ. നമുക്ക് ഇപ്പം എല്ലാം നിമിത്തങ്ങളുടെ കണക്കിൽ നമുക്ക് പെടുത്താം. അപ്പം എന്തെങ്കിലും ഒരു വാർണിംഗ് പോലെയുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ ഓക്കെ ഒരു വ്യക്തി വരാം, അങ്ങനെ ഉണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലോസ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമിപ്പിക്കുന്നത്. ഓക്കെ, നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു പേഴ്സന്റെ ഒരു ലോസ് ആയിരിക്കാം നിങ്ങളെ വിഷമിപ്പിക്കുന്നത്. പക്ഷെ എന്ത് തന്നെയായാലും ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും എൻഡ് ആയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനൊരു ന്യൂ ബിഗിനിങ് വരുന്നുണ്ട്. വേൾഡ് കാർഡ് ഇവിടെ ഉണ്ട്.
ആൻഡ് ബാലൻസ് ആയിട്ട് വരും. അതായത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങളൊരു ഇമോഷണൽ പേഴ്സൺ ആണ്, നിങ്ങൾ വളരെയധികം മറ്റുള്ളവരെ കെയർ ചെയ്ത പേഴ്സൺ ആണെങ്കിൽ, കിങ് ആയാലും ക്വീൻ ആയാലും ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ജസ്റ്റിസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതെല്ലാം നിങ്ങൾക്ക് ഇങ്ങോട്ടും കിട്ടും. അത് നഷ്ടം വരില്ല ഒരിക്കലും. ഓക്കെ, അതൊരു ലോസ് ആയിട്ട് ഒരിക്കലും കണക്കാക്കണ്ട. നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നുണ്ട് എന്ന ഒരു വല്ല വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും വരും. പക്ഷെ അത് എപ്പോ എന്ന് നിങ്ങൾ ചോദിക്കേണ്ട. ഓക്കെ, യൂണിവേഴ്സ് പറയുന്നത് ട്രസ്റ്റ് ചെയ്യുക, പെർഫെക്റ്റ് ടൈമിങ്ങിൽ എല്ലാം വരും. ആൻഡ് ഈ കാര്യം പ്രത്യേകിച്ച് ഓർമ്മ വയ്ക്കുക, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ റിയലൈസേഷൻ ഉണ്ട്. ഓക്കെ, എന്നാലും നിങ്ങളൊരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിൽ വരികയാണ്. ഓക്കെ, ട്രസ്റ്റ് ചെയ്യുക, പക്ഷേ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാം. ആൻഡ് ഡെഫിനറ്റ്ലി ഈ രണ്ട് കാർഡും നമുക്ക് പോസിറ്റീവ് ആണ്. സൺ കാർഡ് പോലെ തന്നെയാണ് രണ്ടും. ഓക്കെ, നിങ്ങൾക്ക് നല്ലത് വരുമെന്ന് ട്രസ്റ്റ് വെക്കുക, ഹാപ്പിനെസ് വരും നിങ്ങളുടെ ലൈഫിൽ. എന്തെങ്കിലുമൊക്കെ ലോസ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പകരം യൂണിവേഴ്സ് നിങ്ങൾക്ക് സന്തോഷങ്ങൾ തരും എന്നാണ്. ഓക്കെ, ഞാൻ മാറ്റിയിട്ടാം. ആൻഡ് കുറച്ച് നമുക്ക് എനിക്ക് ഈ ഡെക്കിനോട് വലിയ താല്പര്യമില്ല, എന്നാലും സാല പോട്ടെ. ഇത് നമുക്ക് മോസ്റ്റ്ലി കരിയർ അങ്ങനത്തെ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇതിൽ കിട്ടുക. ഓക്കെ, ഞാനത് ജനറൽ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. ഓക്കെ, കുറച്ച് മെസ്സേജസ് ഇരിക്കട്ടെ. ട്രാപ്ഡ്, ഓക്കെ, ഫ്യൂച്ചർ ഇൻ ദ ഫ്ലോ. യാ ഓക്കെ, എനിക്ക് ഇങ്ങനത്തെ മെസ്സേജസാണ് വേണ്ടിയിരുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ ആൻഡ് പവർ പൊസിഷൻ മതിയില്ലേ. ഇൻഡിപെൻഡൻസ്, അതോറിറ്റി. ഇവിടെ പറയുന്നത് ഇറ്റ്സ് ടൈം ടു ഗോ ഔട്ട് ഓൺ യുവർ ഓൺ ആൻഡ് ക്രിയേറ്റ് യുവർ ഓൺ ബിസിനസ് ഓർ ട്രൈ സംതിങ് വെൽ ഔട്ട്സൈഡ് യുവർ കംഫർട്ട് സോൺ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എളുപ്പമായി തോന്നില്ല. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. എന്നാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കുക നിങ്ങൾ. ഓക്കെ, ആൻഡ് ട്രാപ്ഡ് ഉണ്ട് ഇവിടെ. യു ഫീൽ സ്റ്റക്ക് ഇൻ യുവർ കറന്റ് സിറ്റുവേഷൻ ബട്ട് യു ഡു ഹാവ് ഓപ്ഷൻസ്. ലുക്ക് ഫോർ അനദർ ജോബ് വൈൽ കീപ്പിംഗ് ദ വൺ യു ഹാവ് ഫോർ നൗ. ഓക്കെ, ചിലവർക്ക് ഒരു അഡ്വൈസ് ഇവിടെ ഉണ്ട്. ദറ്റ് നിങ്ങൾ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് തോന്നുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിപ്പോൾ ജോലിയിലായാലും ശരി, ഞാൻ ആഡ് ചെയ്യണു ദറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും കാര്യത്തിലായാലും ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ ട്രാപ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, സ്റ്റക്കാണ് എന്ന് തോന്നുന്നുണ്ടാവും. മീൻസ് പെട്ട് കിടക്കണു എന്ന രീതിക്ക് അങ്ങനെ നിങ്ങൾക്ക് ഫീലിംഗ് ഉണ്ടാവാം. അങ്ങനത്തെ സിറ്റുവേഷനിൽ പക്ഷെ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് പുറത്തു വരാൻ നിങ്ങൾക്ക് ചോയ്സ് നിങ്ങളുടെ ചോയ്സ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, കരിയറിന്റെ ഒക്കെ കാര്യത്തിൽ ഒരു അഡ്വൈസ് ആയിട്ട് എടുക്കാം. നിങ്ങൾ ഇപ്പോൾ ഉള്ള ജോലി നിലനിൽക്കുമ്പോൾ തന്നെ വേറെ നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം അല്ലെ, ഒന്ന് വിട്ട് കളയേണ്ട ആവശ്യമില്ല, പക്ഷെ വേറെ നോക്കാനും തുടങ്ങാം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വിടാലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ട്രാപ്ഡ് ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ വേറെ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഇവിടെ പറഞ്ഞു നിൽക്കാനായാലും നിങ്ങൾക്കൊരു ധൈര്യം കിട്ടും, ഒരു കറേജ് കിട്ടും. അതിന് വേണ്ടിയിട്ടായാലും ശരി, അറ്റ്ലീസ്റ്റ് ഒന്ന് നിങ്ങൾ വേറെയും കൂടെ ട്രൈ ചെയ്യാം. ഓക്കെ, അല്ല സ്വന്തമായിട്ട് വല്ലതും തുടങ്ങാൻ നിങ്ങൾ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് വിട്ടിട്ട് നിങ്ങൾ പോകാനും അല്ലെങ്കിൽ ഇത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങളൊരു ബിസിനസ്സും കൂടി സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എന്നിട്ട് മെല്ലെ ഇതൊന്ന് സ്റ്റേബിൾ ആയിട്ട് പിടിച്ച് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ജോലി വിടാം അല്ലെ. അപ്പൊ നിങ്ങൾക്കൊരു പോസിറ്റീവ് ഒരു മൈൻഡ് കോൺഫിഡൻസ് കിട്ടും. The future, plan for the future while living in the present. You are always supported by spirit, your psychic abilities. ഇതാ പറയുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, നിങ്ങൾ ഇൻറ്റ്യൂഷൻ കേൾക്കുക. നിങ്ങളുടെ മൈൻഡ് പറയുന്ന ആദ്യത്തെ തോട്ട് നിങ്ങളുടെ മൈൻഡിൽ എന്താ വരുന്നത്, ഇപ്പൊ ഈ ഒരു ബിസിനസിനെ കുറിച്ച്, ജോലിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം ദാറ്റ് അവിടെ ഞാൻ ട്രാപ്ഡ് ആണ് എന്ന് അല്ലെ, നിങ്ങളുടെ മൈൻഡ് നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുക. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് എങ്ങനെ പുറത്ത് വരാമെന്ന് നിങ്ങൾ ആലോചിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ആ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ആ ഇൻറ്റ്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി വരും, അബൻഡൻസ് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ദ ഫ്ലോ ഉണ്ട് ഇവിടെ. The universe is sending you help. Tap into your inner power and go deeper to create the purposeful life you really want to. Actually, go with the flow എന്ന് പറയാം നമുക്ക്. ഒന്നാമത്തെ കാര്യം, യൂണിവേഴ്സ് നിങ്ങൾക്ക് ഹെൽപ്പ് അയക്കുന്നുണ്ട്. ഓക്കെ, കാര്യങ്ങൾ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ നടന്നോട്ടെ. ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക, അത് തന്നെയാണ് അർത്ഥം. ഓക്കെ, സറണ്ടർ ചെയ്യുക എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ അവിടെ ചില നെഗറ്റീവ്സ് ഒക്കെ വരും. ഞാൻ പറഞ്ഞു ചില നഷ്ടങ്ങൾ എന്ന് പറഞ്ഞു, ചില നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് വരാം. പക്ഷെ അതൊക്കെ നിങ്ങൾ അതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ നഷ്ടം നിങ്ങൾക്ക്
നഷ്ടത്തിൻ്റെയും മേലെ നിങ്ങൾക്ക് വേറെ നല്ലത് വരും എന്നുള്ള ട്രസ്റ്റ് നിങ്ങൾ വെച്ച് ആ ഒരു സറണ്ടർ ചെയ്ത് വിട്ടേക്കുക. അതിലിങ്ങനെ എനിക്ക് നഷ്ടം വന്നു എന്ന് ആലോചിച്ച് പിന്നെ അത് അങ്ങനെ നെഗറ്റീവായി മൈൻഡ് പോവാതിരിക്കുക നിങ്ങളുടെ. ഓക്കെ, എഡ്യൂക്കേഷൻ, യു മേ നീഡ് ടു ടേക്ക് എ ക്ലാസ് ഓർ ഡു റിസർച്ച് ടു ഫൈൻഡ് എ ബെറ്റർ പൊസിഷൻ, ഓർ യു മേ ഫൈൻഡ് യുവർ സെൽഫ് റൈറ്റിംഗ് എ ബുക്ക് ഓർ ടീച്ചിങ് അതേഴ്സ്. ആക്ച്വലി ഇവിടെ രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ ചിലപ്പോൾ കുറച്ചുകൂടി പഠിക്കേണ്ടതുണ്ടാവും, ബിക്കോസ് നിങ്ങളായിട്ട് എന്തെങ്കിലും സ്വന്തമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജോലി മാറാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ചുകൂടി പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കൂടി നിങ്ങൾക്ക് കഴിയുമെന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ ചില ലെസൺസ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ, നമ്മുടെ ജീവിതം ഗോത്രൂ ചെയ്യുമ്പോൾ നമ്മൾ പല ലെസൺസും പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റും എന്നാ പറയുന്നത്. എനിക്ക് ബുക്കൊക്കെ എഴുതാൻ ചാൻസ് ആണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് ഇതുണ്ടല്ലോ, നമ്മുടെ എക്സ്പീരിയൻസസ് യൂസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുക്കൊക്കെ എഴുതാൻ സാധിക്കുമായിരിക്കും. താല്പര്യമുള്ളവർക്ക് അതും ശ്രമിക്കാം. ഓക്കെ, പവർ പൊസിഷൻ, യു ആർ ബീങ് പ്രൊമോട്ടഡ് ഓർ കോൾഡ് ടു ലീഡ്, ടൈം ടു സ്റ്റെപ്പ് ഇൻ ടു യുവർ സോവറിനിറ്റി ആൻഡ് ഗൈഡ് അതേഴ്സ് വിത്ത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കൊരു പ്രൊമോഷൻ വരുന്നുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡ് നിങ്ങളുടെ ജോലിയിൽ വരുന്നുണ്ട്, പ്രൊമോഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ നല്ല ജോലി കിട്ടാനുള്ള സാധ്യതയാണ്, അതിൽ കുറച്ചുകൂടി നല്ല പൊസിഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒന്നും ജോലി കരിയറിന്റെ കാര്യമല്ല, നിങ്ങൾ കാണുന്ന ആൾക്കാർ നോർമൽ വീട്ടിലിരിക്കുന്ന ലേഡീസോ അങ്ങനെ എന്തെങ്കിലും എന്തായാലും ശരി, നിങ്ങളെ റെസ്പെക്ട് ചെയ്യപ്പെടും. ഓക്കെ, മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, നിങ്ങൾ മറ്റുള്ളവരെ കൂടി ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്കാണ് നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളൊന്നും ഇപ്പോൾ വേറെ ജോലിയൊന്നും ചെയ്യാത്ത ആൾക്കാരായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേറെ ചില കഴിവുകൾ ഉണ്ടാവാം, മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാനൊക്കെ ഉള്ള ചില കഴിവുകൾ ഉണ്ടാവാം. അത് വെച്ചിട്ട് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്ട് അങ്ങനത്തെയൊക്കെ കിട്ടും. ഓക്കെ എന്നൊക്കെയാണ് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, അല്ലെങ്കിൽ കുക്കിംഗ് ചാനലാവാം, എഴുതലാവാം, റൈറ്റിംഗ് ആവാം, എന്തും ആവാം അല്ലേ, അതിലും ഒക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നല്ലൊരു ഹയർ ഇതിലേക്ക് നിങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ വരുന്നു എന്നാണ് പറയുന്നത്. വരാൻ കഴിയും നിങ്ങൾക്ക്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.